നാളെ രാഹുലിന് നിർണായകം. രാഹുലിനെ എങ്ങനെയും ഒതുക്കുക എന്ന ലക്ഷ്യത്തോടെ വ്യാജ പരാതി നൽകിയ സാഹചര്യത്തിൽ മുൻകൂർ ജാമ്യം തേടിയ രാഹുൽ ഇപ്പോൾ മാറി നിൽക്കുകയാണ് എന്ന യാഥാർത്ഥ്യം പ്രേക്ഷകർക്കറിയാമല്ലോ. കോടതിയിൽ 8 നിലയിൽ പൊളിയും എന്ന് വ്യക്തമായ ഈ കേസിൽ ആ ഡിസംബർ 3-ാം തീയതിയാണ് രാഹുലിൻ്റെ മുൻകൂർ ജാമ്യാപേക്ഷ കോടതി പരിഗണിക്കുന്നത്. അതുവരെ പരമാവധി അവസരം മുതലെടുക്കുവാൻ വേണ്ടി രാഷ്ട്രീയ കക്ഷികൾ കിണഞ്ഞു പരിശ്രമിച്ചു കൊണ്ടിരിക്കുകയാണ്. അതുപോലെ മാധ്യമങ്ങളും. ഇതൊരു പൊളിറ്റിക്കൽ കോൺസ്പിറസിയാണ്, രാഷ്ട്രീയ ലക്ഷ്യങ്ങൾക്ക് വേണ്ടിയുള്ള കെട്ടിച്ചമച്ച കേസാണ് എന്ന് കോടതിയിൽ തെളിയും എന്ന് ഉറപ്പുള്ളതിനാൽ അത് കോടതിയിൽ എത്തുന്നതിന് മുമ്പേ പരമാവധി മൈലേജ് എടുക്കുവാനുള്ള ശ്രമങ്ങളാണ് ഇപ്പോൾ ഇവർ നടത്തിക്കൊണ്ടിരിക്കുന്നത്. നോക്കുക, കഴിഞ്ഞ 110 ദിവസമായി ഇവിടെയുള്ള സിൻഡിക്കേറ്റ് മാധ്യമങ്ങളും രാഷ്ട്രീയ സംവിധാനങ്ങളും കൂടി ഒരു ചെറുപ്പക്കാരനെ വേട്ടയാടുന്ന ഒരു കാഴ്ചയാണ് നമുക്ക് കാണുവാൻ സാധിക്കുന്നത്. എന്നാൽ ITV ന്യൂസ് പോലെയുള്ള മാധ്യമങ്ങളിലൂടെ യാഥാർത്ഥ്യങ്ങൾ മനസ്സിലാക്കിയ സാധാരണക്കാരായ അമ്മമാർ, സാധാരണക്കാരായ ജനങ്ങൾ രാഹുലിനൊപ്പമാണ് ഇപ്പോഴും നിൽക്കുന്നത്. ഇത് കുടിലമായ ലക്ഷ്യത്തോടെ രാഹുലിന്റെ രാഷ്ട്രീയ ഭാവി നശിപ്പിക്കുവാനുള്ള ശ്രമങ്ങളാണ് എന്ന് ജനങ്ങൾ തിരിച്ചറിഞ്ഞു കഴിഞ്ഞു. ഈ വിഷയത്തെ ഒരു കേസാക്കാതെ പരമാവധി വലിച്ചു നീട്ടി നാറ്റി കൊണ്ടുപോകുവാനായിരുന്നു ഇവർ ശ്രമിച്ചത്. എന്നാൽ ശബരിമല വിഷയത്തിൽ നിൽക്കക്കള്ളിയില്ലാതായപ്പോൾ ഇപ്രകാരം ഒരു വിഷയം കിട്ടിയാൽ അത് അവർ ഏറ്റെടുക്കുമെന്ന് മനസ്സിലാക്കി കോൺഗ്രസിന്റെ അന്തകൻ VD സതീശൻ എന്ന കേക്കച്ചൻ താൻ ആസൂത്രണം ചെയ്ത ആ തേൻകണി നാടകത്തിന്റെ പ്രസക്ത ഭാഗങ്ങൾ അവർക്ക് ഇട്ടുകൊടുക്കുകയും കേക്കച്ചൻ വിചാരിച്ചതുപോലെ തന്നെ അത് ഏറ്റെടുക്കുകയും ചെയ്തു. കാരണം അവർ സമാന ദുഃഖിതരാണ്, സമാന മനസ്കരാണ്. കാരണം VD സതീശനെ സംബന്ധിച്ചിടത്തോളം എങ്ങനെയും പിണറായിക്ക് തുടർഭരണം ഉണ്ടാക്കി കൊടുക്കണം, അതുപോലെ തന്നെ ഈ വളർന്നു വരുന്ന ഈ ചെറുപ്പക്കാരനെ എങ്ങനെയും നശിപ്പിക്കണം. കാരണം അയാളുടെ ഈഗോയെ ഹർട്ട് ചെയ്ത വ്യക്തിയാണ് ഇവൻ. വളർന്നു വന്നാൽ നാളെ തനിക്ക് പണിയാകുമെന്ന് മനസ്സിലാക്കിയാണ് കാലേക്കൂട്ടി ഈ കേക്കച്ചൻ എന്ന് പറയുന്ന നരാധമൻ അവനെ തീർക്കുവാൻ ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത്. എന്നാൽ കോടതിയിൽ ഇപ്രകാരം ഒരു വ്യാജ പരാതി നൽകിയപ്പോൾ അത് വ്യാജ പരാതിയാണ് എന്ന നിലയിൽ തന്നെയാണ് രാഹുൽ ആ വിഷയത്തെ കൈകാര്യം ചെയ്യുന്നത്. മാധ്യമങ്ങൾ നോക്കുക, അത് കോടതിയെയും ജുഡീഷ്യറിയെയും തെറ്റിദ്ധരിപ്പിക്കത്തക്ക വിധത്തിൽ. നമുക്കറിയാം, ജുഡീഷ്യൽ ഓഫീസേഴ്സും സാധാരണ മനുഷ്യരാണ്. ഈ മാധ്യമങ്ങളിൽ വരുന്ന വാർത്തകൾ അവരുടെ വിധികളെ സ്വാധീനിക്കാം. അത്തരത്തിലുള്ള പച്ചക്കള്ളങ്ങളാണ് ഈ മാധ്യമങ്ങൾ പടച്ചു വിട്ടുകൊണ്ടിരിക്കുന്നത്. ഇര, അതിജീവിത എന്നൊക്കെ പറഞ്ഞ ഇവർ ഒരു വിവാഹിതയായിരുന്നു എന്ന് ഞങ്ങളെപ്പോലെയുള്ള മാധ്യമങ്ങളാണ് ശക്തിയായി വിളിച്ചു പറഞ്ഞത്, ലോകത്തെ അറിയിച്ചത്. അവർ വിവാഹിതയാണ്, അവർ അതിജീവിതയല്ല. ഒരു യുവാവിനെ ചതിച്ച് ഏതാനും മാസം അവൻ്റെ കൂടെ താമസിച്ച് വിവാഹമോചനം നേടുന്നതിന് മുമ്പ് തന്നെ അവനുമായി ജീവിക്കുന്നതിനിടയിൽ തന്നെ മറ്റു ചെറുപ്പക്കാരനുമായി ബന്ധമുണ്ടാക്കുവാൻ ശ്രമിച്ച ഇവർ ആരാണ് എന്ന ചോദ്യം ഉയർന്നപ്പോൾ ആ വിവരങ്ങൾ ഇവിടുത്തെ മാധ്യമങ്ങൾ മറച്ചുവെച്ചു. എന്തിനവർ മറച്ചുവെച്ചു? ഇതുകൊണ്ടാണ് ഞങ്ങൾ പറഞ്ഞത്, സിൻഡിക്കേറ്റ് മാധ്യമങ്ങൾ രാഷ്ട്രീയ ലക്ഷ്യത്തിനായി ഒരേ മനസ്സോടും ശരീരത്തോടും കൂടി ഇവർ പ്രവർത്തിക്കുന്നു എന്നത്. ഇത് ഇവിടുത്തെ സാധാരണക്കാരായ ജനങ്ങൾക്ക് മനസ്സിലായി. ഇത് കോടതിയിൽ ഈ വിഷയം പൊട്ടിക്കേറിപ്പോകും എന്ന് പറയുന്നതിന് കാരണം രാഹുലിനെതിരെ ചാർത്തിയിരിക്കുന്ന ബലാത്സംഗ വകുപ്പുകൾ നിൽക്കില്ല. കാരണം ഇതൊരു മ്യൂച്വൽ കൺസെൻറ്റോടുകൂടി ഉള്ള ഒരു ബന്ധമാണ് എന്ന് തീർച്ചയായും കോടതിക്ക് ബോധ്യപ്പെടും. കാരണം ഒരു വിവാഹിതയായ ഒരു യുവതി, വിദ്യാഭ്യാസമുള്ള ഒരു യുവതി, കൃത്യമായി വലിയ കാര്യപ്രാപ്തിയും അപഗ്രഥനശേഷിയും ഒക്കെ വേണ്ടുന്ന ഒരു ജോലി ചെയ്തുകൊണ്ടിരുന്ന ഒരു യുവതി ഒരു യുവാവുമായി വിവാഹബന്ധം ഏർപ്പെടുത്തുകയും ആ വിവാഹബന്ധം വേർപ്പെടുത്തുന്നതിന് മുമ്പ് തന്നെ 1 വർഷത്തിനുള്ളിൽ തന്നെ മറ്റൊരു യുവാവിനെ തേടിപ്പോകുക, അതിനെ എന്ത് പേരിട്ട് നമ്മൾ വിളിക്കും? ഒരു സ്ത്രീയെ സംബന്ധിച്ചിടത്തോളം അവൾക്ക് ഒരു പീരീഡ്സ് ഉണ്ടായി കഴിഞ്ഞാൽ കൃത്യമായും ആ ഓവുലേഷൻ ഡേറ്റിൽ
വളരെയേറെ റിസ്ക്കാണ്, പ്രഗ്നൻസിക്ക് വളരെയേറെ സാധ്യതയുണ്ട് എന്ന് ഒരു സ്ത്രീക്ക്, ഏതൊരു പെൺകുട്ടിക്കും ഏതൊരു സ്ത്രീക്കും അറിയാവുന്ന കാര്യമാണ്. അപ്രകാരം ഒരു സാഹചര്യത്തിൽ രാഹുലുമായി ശാരീരിക ബന്ധത്തിൽ ഏർപ്പെട്ട ശേഷം അത് ബലാത്സംഗമാണ് എന്ന് വിളിച്ചു പറയുന്നത് യാതൊരു കാരണവശാലും നിയമപരമായി, അതിൻ്റെ മോറൽ സൈഡ് അല്ല നമ്മളിവിടെ അപഗ്രഥിക്കുന്നത്, നിയമപരമായി നിൽക്കില്ല എന്ന കാര്യത്തിൽ യാതൊരു തർക്കവുമില്ല. തുടക്കത്തിലെല്ലാം താൻ വിവാഹിതയാണ് എന്ന് മറച്ചുവെച്ച ആ സ്ത്രീ കഴിഞ്ഞ ദിവസം രാഹുൽ തിരുവനന്തപുരം സെഷൻസ് കോടതിയിൽ മുദ്രവെച്ച കവറിൽ 9 പ്രധാനപ്പെട്ട കാര്യങ്ങൾ കോടതിയുടെ മുന്നിൽ നൽകുകയുണ്ടായി. അതിൽ അക്കമിട്ട് കൃത്യമായി ഇവരുടെ സകല തരികിടകളും വെളിപ്പെടുത്തുന്നുണ്ട്. അതിനുശേഷം ഈ സ്ത്രീ ഒരു മൊഴി നൽകി, ഒരു വെളിപ്പെടുത്തൽ നടത്തി. ഞാൻ വിവാഹിതയാണ്, ഞാൻ ക്ഷേത്രത്തിൽ വെച്ച് വിവാഹം കഴിച്ചു, പക്ഷേ നിയമപരമായി രജിസ്റ്റർ ചെയ്തിട്ടില്ല. അതെന്തുകൊണ്ടാണ്? അന്നേരം അവനെയും ഇതുപോലെ തേക്കുക എന്ന ലക്ഷ്യത്തോടു കൂടിയാണ് എന്നതിൽ യാതൊരു സംശയവും വേണ്ട. അപ്പോൾ മാറി മാറി നമ്മൾ ഈ ഭക്ഷണം രുചിച്ചു നോക്കുന്നത് പോലെ മാറി മാറി ആളുകളെ പരീക്ഷിക്കുന്ന ഒരു സംവിധാനം, അത് നല്ലതാണോ, അവർ എത്രക്കാരാണ് എന്ന് മാത്രമല്ലേ കോടതി പരിശോധിക്കുന്നത്. അതുപോലെ ഇത്രയും വിദ്യാഭ്യാസമുള്ള ഒരു യുവതിയെ സംബന്ധിച്ചോളം എന്തെങ്കിലും ഒരു ദുരനുഭവം ഇവർ ആരോപിച്ചതുപോലെ ഒരു പീഡനമാണ് എങ്കിൽ അവർക്ക് പോലീസിനെ സമീപിക്കുവാൻ എത്രയോ അവസരങ്ങളുണ്ടായിരുന്നു. അപ്പോൾ ഒന്നും അത് പോലീസിനെ സമീപിക്കാതെ, പരാതി കൊടുക്കാതെ, ഇത് വിവാദമായി ഇവരുടെ ശബ്ദസകലങ്ങൾ മാധ്യമങ്ങൾക്ക് ഇട്ടുകൊടുത്ത് അത് വിവാദമായി ഏതാണ്ട് 100-105 ദിവസങ്ങൾക്ക് ശേഷം മുഖ്യമന്ത്രിയുടെ ഓഫീസിൽ കൊണ്ട് പരാതി കൊടുത്തിരിക്കുന്നു. ഇതിൽ നിന്നെല്ലാം ഇതൊരു പൊളിറ്റിക്കൽ ഗൂഢാലോചനയാണ്, പൊളിറ്റിക്കൽ കോൺസ്പിറസിയാണ്, ഒരാളെ വ്യക്തിഹത്യ ചെയ്യുക എന്ന ലക്ഷ്യത്തോടു കൂടിയാണ് എന്ന് വളരെ പകൽ പോലെ വ്യക്തമാണ്. ഇപ്പോൾ ഇന്ന് നോക്കുക, ഡിസംബർ 3 രാഹുലിൻ്റെ ജാമ്യാപേക്ഷ മാറ്റി. ഇനി വരാനിരിക്കുന്ന ഈ 3-4 ദിവസം പരമാവധി ഇവർ ഈ വിഷയത്തെ ആളിക്കത്തിച്ച് ശബരിമല വിഷയത്തിൽ നിന്നും ശ്രദ്ധ മാറ്റുക, അതുപോലെ വരുന്ന തദ്ദേശ തെരഞ്ഞെടുപ്പിൽ പരമാവധി മൈലേജ് ഉണ്ടാക്കുക എന്ന ലക്ഷ്യത്തോടുകൂടി ഇന്ന് നിങ്ങൾ നോക്കുക, മാപ്രകൾ മൈക്കും തൂക്കി ഇതിൻ്റെ പിന്നാലെ നടക്കുകയാണ്. രാഹുലിൻ്റെ ഫ്ളാറ്റിൽ പോലീസുകാർ CCTV ദൃശ്യങ്ങൾ പരിശോധിക്കാൻ പോകുന്നു. രാഹുൽ ചായ കുടിക്കാൻ പോയ സ്ഥലത്തേക്ക് പോലീസ് പോകുന്നു, അവിടെ പോകുന്നു, ഇവിടെ പോകുന്നു എന്ന് പറഞ്ഞ് ഇന്ന് ഇപ്പോൾ മുഴുവൻ നിങ്ങൾ മാധ്യമങ്ങൾ പരിശോധിച്ചാൽ കാണാം, ഇതെല്ലാം രാഹുലുമായി ബന്ധപ്പെട്ട വാർത്തകൾ. അതുപോലെ മറ്റൊരു പച്ചക്കള്ളം പടച്ചുവിടുന്നു നോക്കുക. രാഹുൽ ഇതാ തലസ്ഥാനത്ത് ഇന്നലെ എത്തി, വക്കാലത്ത് ഒപ്പിട്ടിട്ട് കൊടുത്തിട്ട് പോയി, എന്നിട്ട് ഇവിടെ തലസ്ഥാനത്ത് തന്നെ പമ്മി താമസിക്കുന്നുണ്ട് എന്നൊക്കെ തരത്തിലുള്ള ഇത്തരം വ്യാജ വാർത്തകൾ പടച്ചു വിട്ടുകൊണ്ടിരിക്കുകയാണ്. ഒരു മുൻകൂർ ജാമ്യത്തിന് ശ്രമിക്കുമ്പോൾ ഏത് സമയത്തും, പ്രത്യേകിച്ച് ഈ സമയത്ത് രാഹുലിനെ അറസ്റ്റ് ചെയ്ത് അകത്തിടുവാനുള്ള ഒരു ശ്രമമുള്ളപ്പോൾ രാഹുൽ ഒരു കാരണവശാലും ഇപ്രകാരം തലസ്ഥാന നഗരിയിലോ കേരളത്തിലോ തന്നെ ഉണ്ടാകുമോ എന്ന് സംശയമാണ്. കാരണം രാഹുലിനെ സംബന്ധിച്ചിടത്തോളം രാഹുലിൻ്റെ ആവശ്യമാണ് ഇവന്മാർക്ക് പിടികൊടുക്കാതിരിക്കുക എന്നത്. ഈ 3-ാം തീയതി വരെയുള്ള ഒരു ഗ്യാപ്പ് ഫില്ല് ചെയ്യുവാൻ, ഈ വിഷയം കത്തി നിൽക്കണമെങ്കിൽ കഴിഞ്ഞ ആ തുടക്കത്തിലെ ആവേശം ഇപ്പോൾ മാപ്രകൾക്കില്ല. കാരണം ഇവരൊരു ഈ അതിജീവിത എന്ന് പറയുന്നവർ ഒരു അതിവിവാഹിതയാണെന്നും ഇവരുടെ വിവാഹബന്ധം ഇവർ മറച്ചു വെച്ചതാണെന്നും ഒക്കെ കാര്യങ്ങൾ, അതൊരു BJP നേതാവിൻ്റെ ഭാര്യയാണെന്നും, അതുപോലെ ഈ മാധ്യമ മേധാവി യാണ് ഇവരെ പരാതി കൊടുക്കുവാൻ നിർബന്ധിച്ചത് എന്നുമൊക്കെയുള്ള കാര്യങ്ങൾ വരുമ്പോൾ മാധ്യമങ്ങളുടെ അമിതാവേശം അല്പം കുറഞ്ഞിട്ടുണ്ട്. പക്ഷേ ഈ വിഷയം ആളിക്കത്തിക്കേണ്ടുന്നത് സർക്കാരിൻ്റെ ആവശ്യമാണ്, കേക്കച്ചൻ്റെ ആവശ്യമാണ്. അതുകൊണ്ട് ഇതിനെ ലൈവാക്കി നിർത്തണമെങ്കിൽ ഇനി അടുത്തൊരു ഡെവലപ്മെന്റ് ഉണ്ടാകണം. അതുകൊണ്ട് തന്നെ നാളെ എങ്ങനെയും എവിടുന്നെങ്കിലും രാഹുലിനെ അറസ്റ്റ് ചെയ്യാനും, ആ അറസ്റ്റ് ചെയ്ത് നാളെ വൈകിട്ടത്തോടുകൂടി അറസ്റ്റ് ചെയ്യുക, എന്നിട്ട് അത് നാളെ മുഴുവൻ വാർത്തയാക്കുക, അതിനുശേഷം കോടതി കൊണ്ടുപോവുക, ഈ കാര്യങ്ങളൊക്കെ വരുമ്പോൾ ഏതാണ്ട് 2-3 ദിവസം വളരെ ലൈവാക്കി നിർത്തുവാനുള്ള ശ്രമമായിരിക്കും ഇവരുടെ ഭാഗത്തു നിന്നും ഉണ്ടാകുന്നത്. സെഷൻസ് കോടതിയിൽ നമുക്ക് ഉറപ്പിച്ച് പറയാം രാഹുലിന് അനുകൂലമായ ഒരു തീരുമാനമുണ്ടാവും. കാരണം പലരും പറയും ഇത് പൊളിറ്റിക്കലി ഇത് അട്ടിമറിക്കുവാൻ സാധ്യതയുണ്ട്, രാഹുലിന് നീതി ലഭിക്കുവാനുള്ള സാധ്യത കുറവാണ് എന്നൊക്കെ പറയുമ്പോഴും നമ്മൾ മനസ്സിലാക്കണം, സെഷൻസ് കോടതി, കീഴ്ക്കോടതിയിൽ അങ്ങനെ ഒരു തെറ്റായ ഡിസിഷൻ, പ്രത്യേകിച്ച് ഇതൊരു പൊളിറ്റിക്കലി മോട്ടിവേറ്റഡ് ആയിട്ടുള്ള ഒരു പൊളിറ്റിക്കൽ വെഞ്ചൻസ് ആണ് എന്ന് കൃത്യമായിട്ടും കോടതിക്ക് മനസ്സിലായിട്ടുണ്ട്. അന്നേരം ഇപ്രകാരം ഒരു കേസിൽ തെറ്റായ വിധി പ്രസ്താവിച്ചാൽ ഹൈക്കോടതിയിൽ അതല്ലെങ്കിൽ സുപ്രീം കോടതിയിൽ നാണം കെടും എന്ന് ഉറപ്പുള്ള ഒരു കേസാണ്. കാരണം അത്രത്തോളം ദേശീയ തലത്തിൽ തന്നെ ശ്രദ്ധേയമായ ഒരു വിഷയമാണിത്. അന്നേരം അതുകൊണ്ട് തന്നെ ജുഡീഷ്യൽ മജിസ്ട്രേറ്റ് കോടതി
യാതൊരു കാരണവശാലും ഈ വിഷയത്തിൽ ഒരു അപക്വമായ വിധി പ്രസ്താവിക്കില്ല എന്ന് നമുക്ക് ഉറപ്പിക്കാം. കാരണം പ്രഥമ ദൃഷ്ടിയാ തന്നെ ഒരു റേപ്പ് കേസ് നിൽക്കാത്ത ഒരു കേസാണിത്. ഒരു പ്രായപൂർത്തിയായ ഒരു യുവതി വിവാഹിതയാണെന്നുള്ള ആ കാര്യം മറച്ചുവെച്ച് ഭർത്താവിനോട് ഒപ്പം ജീവിക്കുമ്പോൾ തന്നെ മറ്റൊരു യുവാവിനെ തേടി പോവുകയും അവനോട് പ്രണയം നടിക്കുകയും അവനിൽ നിന്നാണ് ഗർഭം ധരിച്ചത് എന്ന് അഭിപ്രായപ്പെടുകയും ആരോപിക്കുകയും ചെയ്യുന്നു. എന്നാൽ അതിനെ നിയമപരമായി അതല്ലെങ്കിൽ അതിനെ ശാസ്ത്രീയമായി തെളിയിക്കുവാൻ ഇവർക്ക് സാധിക്കില്ല. അതുപോലെ തന്നെ ഒരു എഡ്യൂക്കേറ്റഡായ ഒരു വിവാഹിതയായ യുവതി ഗർഭിണിയായി അതിൻ്റെ ഉത്തരവാദിത്തം രാഹുൽ മാങ്കൂട്ടത്തിലാണ് എന്ന് ഇവർക്ക് എങ്ങനെ സ്ഥാപിക്കുവാൻ പറ്റും? ഇതൊന്നും കോടതിയിൽ നിൽക്കുന്ന കേസുകളല്ല. അതുപോലെ ഗർഭചിത്രം എന്ന് പറയുന്നത് ഒരു സ്ത്രീയെ സംബന്ധിച്ചിടത്തോളം ഞാൻ ആദ്യമേ പറഞ്ഞ പോലെ തന്നെ അവരുടെ ഓവുലേഷൻ ടൈമിനെ കുറിച്ച് അവർക്ക് കൃത്യമായ ഒരു ധാരണയുണ്ട്. ഇവർ തന്നെ പറയുന്നു, രാഹുൽ മാങ്കൂട്ടത്തിൽ പറഞ്ഞു അമ്മ അതല്ലെങ്കിൽ വീട്ടുകാർ എതിർക്കും, അതേസമയം ഒരു ഗർഭിണിയാണ് എങ്കിൽ അവർക്ക് സമ്മതിക്കേണ്ടി വരും, അതുകൊണ്ട് നമുക്ക് ഗർഭം ധരിക്കാമെന്ന് പറഞ്ഞ അവർ തന്നെ പറയുന്നു രാഹുൽ തന്നെ ഇതാ ഗർഭം കലക്കുവാൻ പറഞ്ഞു, ഗർഭചിത്രം നടത്തുവാൻ പറഞ്ഞു, ഗർഭചിത്രത്തിനുള്ള മരുന്ന് കൊടുത്തു എന്ന കോൺട്രഡിക്ടറി ആയിട്ടുള്ള വാസ്തവവിരുദ്ധമായ കാര്യങ്ങൾ ഇവർ തന്നെ പറയുന്നു. അന്നേരം ഇവർ തന്നെ പല സമയത്ത് പല മൊഴികളാണ് പറയുന്നത്. ആദ്യമേ പരാതി കൊടുത്തിട്ടില്ല, ഈ വിവാദം ഉണ്ടായിട്ടും 105 ദിവസം പരാതി കൊടുത്തില്ല. അന്ന് അന്വേഷണ ഉദ്യോഗസ്ഥർക്ക് പരാതിയില്ല, പരാതി കൊടുക്കാൻ താല്പര്യമില്ല എന്ന് മൊഴി കൊടുത്തു. അതിനുശേഷം ഇപ്പോൾ അതിൽ നിന്നെല്ലാം വ്യത്യസ്തമായ മൊഴി കൊടുക്കുന്നു. അങ്ങനെ വളരെ ഫ്ലക്ച്വേഷനാണ് ഇവരുടെ മൊഴികളിൽ തന്നെ. അതുപോലെ തന്നെ ക്ഷേത്രത്തിൽ വെച്ച് വിവാഹം കഴിച്ച് ഇവർ എന്തുകൊണ്ട് നിയമപ്രകാരം മാസങ്ങൾ കഴിഞ്ഞിട്ടും വിവാഹിത രജിസ്റ്റർ ചെയ്തില്ല എന്ന് പറയുമ്പോൾ തന്നെ ഇവരുടെ ആ ഒരു സ്വഭാവം നമുക്ക് വ്യക്തമാകുന്നു. അങ്ങനെ യാതൊരു തരത്തിലും വിശ്വസിക്കാൻ കൊള്ളാത്ത വിശ്വസനീയമായ ഒരാളല്ല, വിശ്വസനീയമായ മൊഴികളല്ല, മൊഴികളിലെല്ലാം വൈരുദ്ധ്യം, അതുപോലെ തന്നെ ഇട്ടിരിക്കുന്ന വകുപ്പുകളൊന്നും അട്രാക്ട് ചെയ്യത്തില്ല. വളരെ കൃത്യമായി തന്നെ നിയമപരമായി നിയമത്തിൻ്റെ മുന്നിൽ രാഹുൽ തെറ്റുകാരനല്ല, കുറ്റക്കാരനല്ല. പിന്നെ ഇപ്പോൾ നടക്കുന്നതോ ഇതൊരു രാഷ്ട്രീയ പകപോക്കലാണ്, ഇതൊരു വ്യക്തിഹത്യയാണ് എന്ന് കോടതിക്ക് മനസ്സിലാവും. ബഹുമാനപ്പെട്ട കോടതി ഒരുപക്ഷെ ഇതുപോലെ നിയമം കയ്യിലെടുത്തുകൊണ്ട് മാസങ്ങളോളം മാധ്യമ വിചാരണ നടത്തി ഒരാളെ വ്യക്തിഹത്യ ചെയ്യുന്ന ഇതിനെതിരെ ശക്തമായ ഒരു പ്രസ്താവന തന്നെ, ഒരു നിരീക്ഷണം തന്നെ ബഹുമാനപ്പെട്ട കോടതി നടത്തുവാനും സാധ്യതയുണ്ട്. അപ്രകാരം രാഹുലിൻ്റെ ഈ വിഷയം കോടതിയിൽ പൊളിയും എന്ന കാര്യം ഉറപ്പാണ്. പക്ഷേ ഇതെല്ലാം ഭയന്ന് ഈ നാണം കെട്ടവന്മാർ അവസാന നിമിഷം കോടതിയിൽ നാണം കെടുന്നതിന് മുമ്പേ 2 ദിവസമെങ്കിൽ 2 ദിവസം ഇവനെ പരമാവധി നാറ്റിക്കുക, ഇവനെ 2 ദിവസമെങ്കിൽ 2 ദിവസം ഈ വിഷയത്തിൽ അകത്തിടുക എന്ന ലക്ഷ്യത്തോടു കൂടി അവർ പാഞ്ഞു നടക്കുകയാണ്. എങ്ങനെയും അറസ്റ്റ് ചെയ്ത് നാളെ നേരം വെളുക്കുമ്പോൾ മാപ്രകൾ മയക്കും തൂക്കി വരുമ്പോൾ രാഹുലിനെ അറസ്റ്റ് ചെയ്ത് നാളെയും മറ്റന്നാളും 2-3 ദിവസം ഇതിനെ കത്തിച്ചു നിർത്തുവാനുള്ള ഒരു ശ്രമങ്ങൾ ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുകയാണ്. അതിൻ്റെ ഭാഗമാണ് തെളിവെടുപ്പെന്ന് പറഞ്ഞ് ഇപ്പോൾ രാഹുലിൻ്റെ വീട്ടിൽ കയറി ഇറങ്ങുന്നു, രാഹുലിൻ്റെ ഫ്ലാറ്റിൽ പോകുന്നു, രാഹുലുമായി ബന്ധപ്പെട്ട സുഹൃത്ത് വലയത്തെയും അദ്ദേഹത്തിൻ്റെ പേഴ്സണൽ സ്റ്റാഫിനെയും ഡ്രൈവറിനെയും എല്ലാം ക്വസ്റ്റ്യൻ ചെയ്തുകൊണ്ടിരിക്കുന്നു. അങ്ങനെ അതെല്ലാം തത്സമയം ഈ മാധ്യമങ്ങൾക്ക് ചോർത്തിക്കൊടുത്ത് അതെല്ലാം അവർ ലൈവാക്കി നിർത്തിക്കൊണ്ടിരിക്കുകയാണ്. കാരണം രാഹുൽ വിഷയം ലൈവായി നിൽക്കേണ്ടത് ഇവരുടെ ആവശ്യമാണ്. പ്രിയമുള്ളവരെ, ജനങ്ങളെ സംബന്ധിച്ചോളം, രാഹുലിനെ സ്നേഹിക്കുന്നവരെ സംബന്ധിച്ചോളം മനസ്സിലാക്കേണ്ടുന്ന ഒരു കാര്യം, ഇവിടെ ഒരു സുസജ്ജമായ ഒരു നീതിന്യായ വ്യവസ്ഥയുണ്ട്, ഒരു ജുഡീഷ്യറി ഉണ്ട്. ആ ജുഡീഷ്യറിന് മുന്നിൽ നിന്ന് രാഹുലിന് നീതി ലഭിക്കും എന്ന് നമുക്ക് ഉറച്ചു വിശ്വസിക്കാം. കാരണം ഭാരതീയ ന്യായ സംഹിത അനുസരിച്ച് ഇദ്ദേഹത്തിന് എതിരെ ഈ ചാർത്തിയിരിക്കുന്ന ഈ വകുപ്പുകളൊന്നും അട്രാക്റ്റ് ചെയ്യാത്തതാണ്, അതൊന്നും നിലനിൽക്കാത്തതാണ് എന്ന് പ്രാഥമികമായി തന്നെ കോടതിക്ക് ബോധ്യപ്പെടും എന്ന കാര്യത്തിൽ യാതൊരു സംശയവും വേണ്ട. ഇതൊരു പൊളിറ്റിക്കലി മോട്ടിവേറ്റഡ് ആയിട്ടുള്ള ഒരു കേസാണെന്ന് കോടതി മനസ്സിലാക്കും. 3-ാം തീയതി മുൻകൂർ ജാമ്യാപേക്ഷ പരിഗണിക്കുമ്പോൾ രാഹുലിന് ജാമ്യം ലഭിക്കും എന്ന കാര്യത്തിൽ യാതൊരു സംശയവും വേണ്ട. പക്ഷേ ആ 3-ാം തീയതി വരെ ഇവന്മാർ പരമാവധി എന്തൊക്കെ ചെയ്യാൻ പറ്റുമോ അതൊക്കെ ചെയ്യും. പക്ഷേ ഇപ്പോൾ ലോകമെമ്പാടും i2 ന്യൂസ് റിയാക്ട് ഫോർ റൈറ്റിലേക്ക് ഞാൻ രാഹുൽ മാങ്കൂട്ടത്തിനെ കുറിച്ച് അമ്മമാരുടെ അഭിപ്രായം പറയാനായിട്ടൊന്ന് വിളിച്ചതാണ്. പേരെന്തോ? എവിടുന്നാ? എന്റെ പേര് ഫിലോമിന മാത്യു. ഞാനൊരു റിട്ടയർഡ് ടീച്ചറാണ്. പിന്നെ എന്റെ സ്ഥലം എറണാകുളം ജില്ല കോതമംഗലം വാരപ്പെട്ടി. പറഞ്ഞു. എനിക്ക് അദ്ദേഹത്തെ പരിചയമൊന്നുമില്ല. ഇങ്ങനെ ചെറുപ്പം തൊട്ടേ അദ്ദേഹത്തിന്റെ രാഷ്ട്രീയ പ്രവർത്തനങ്ങളൊക്കെ അങ്ങനെ കണ്ടും കേട്ടും വന്നതാണ്. അപ്പൊ ശരിക്കും ഈ പറയുന്ന തെറ്റുകളൊന്നും
അദ്ദേഹത്തിന് ഇപ്പം അറസ്റ്റ് ചെയ്യാനുള്ള തെറ്റുകളായിട്ടൊന്നും എനിക്ക് തോന്നുന്നില്ല. ഇങ്ങനെ പോയാൽ കേരളത്തിൽ എങ്ങനെയാ സാർ പേടിച്ചിട്ട് ഒരു ആൺകുട്ടികളെ അമ്മമാര് വളർത്തുന്നത്? ഞങ്ങളൊക്കെ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാല് ആൺകുട്ടികൾക്ക് ഒരു 20 വയസ്സാകുമ്പോഴേക്കും ഇവിടുന്ന് പറഞ്ഞു വിടുകയാണ്. കാരണം ഏതെങ്കിലും സ്ത്രീകളെ പോയിട്ട് ഇതിപ്പോ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഈ പെൺകുട്ടികളുടെ ഭാഗത്തല്ലേ തെറ്റുകൾ മുഴുക്കെ. കാരണം വളർന്നു വരുന്ന കേരളത്തിന് ശരിക്കും പ്രയോജനമുള്ള ഒരു നേതാവാണ് രാഹുൽ മാങ്കൂട്ടത്തില്. അദ്ദേഹത്തെ പോലെയുള്ള ഒരാളൊക്കെ ഇല്ലാതെ ഈ കേരളത്തിലെ സാധാരണ മനുഷ്യർ എങ്ങനെയാ സാർ ജീവിക്കുന്നത്? എന്തെങ്കിലും അനീതി കണ്ട എതിർത്ത് പറയാനുള്ള ധൈര്യമുള്ള നേതാക്കന്മാരാ. അവരൊക്കെ വലുതായി വരുമ്പോഴത്തേക്ക് അവരുടെയൊക്കെ കൂമ്പ് നുള്ളിക്കളയുന്ന പരിപാടിയല്ലേ ഈ ചെയ്യുന്നത്. ഇതിനൊക്കെ എതിരെ പ്രതികരിക്കാൻ ആരാ ഉള്ള സാർ? ഇപ്പൊ എന്തുമാത്രം മോശമാണ് എയർപോർട്ടിലൊക്കെ ലുക്കൌട്ട് നോട്ടീസൊക്കെ എഴുതി വെക്കുക എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാല് അതിനൊക്കെ എന്ത് തെറ്റാ രാഹുൽ മാങ്കൂട്ടത്തിൽ ചെയ്തത്? ശരിക്കും അമ്മമാരായി ഞങ്ങളൊക്കെ ഇതിവിടെ ശരിക്കും നല്ല വികാരത്തോടെ തന്നെയാണ് കണ്ടുകൊണ്ടിരിക്കുന്നത്. ഞങ്ങളുടെ മക്കളുടെ സ്ഥാനത്താണ് ഞങ്ങൾ അയാളെ കാണുന്നത്. ശരിക്കും ആ കുട്ടി പ്രത്യേകിച്ച് ഒരു തെറ്റും ചെയ്തിട്ടില്ല അവിടെ. ഈ പെൺകുട്ടി വിവാഹിതയായ ഒരു പെൺകുട്ടിയല്ലേ, ആ പെൺകുട്ടി അങ്ങോട്ട് ചെന്നതല്ലേ, അല്ലാതെ ഇയാൾ ഒരിക്കലും അവിടെ ആകെ ഇത്രയേ ഒരു തെറ്റ് അയാളുടെ ഭാഗത്ത് വന്നുള്ളൂ. ഒരു പൊളിറ്റീഷ്യൻ എന്ന നിലയിൽ അയാളൊന്ന് ശ്രദ്ധിക്കണമായിരുന്നു. അതല്ലാതെ ഈ രാഹുൽ മാങ്കൂട്ടത്തിന്റെ ഭാഗത്ത് എന്ത് തെറ്റാണുള്ളത്? എന്തെങ്കിലും ഒരു തെറ്റുണ്ടെങ്കിൽ പറ. നമ്മൾ മനസ്സിലാക്കേണ്ടത് ഈ രാഷ്ട്രീയ വൈരാഗ്യം തീർക്കാൻ എത്രയും എക്സ്റ്റെൻഡ് പോകും എന്നതിന്റെ ഏറ്റവും വലിയ ഒരു തെളിവാണ്. നമ്മുടെ മുന്നിൽ ഇതുപോലൊരു ഉദാഹരണം ഓൾറെഡി ഉണ്ട്. ഇങ്ങനെയൊക്കെ മനുഷ്യൻ ചെയ്യുമോ എന്ന് നമ്മൾ ചിന്തിക്കുന്ന ഒരു കാലമുണ്ടായിരുന്നു. എന്നാൽ അങ്ങനെ ചിന്തിക്കും. അത്രയും പ്രായമുള്ള ഈ ഉമ്മൻചാണ്ടിയെ എന്തൊക്കെ ആരോപണം നടത്തി അവസാനം അദ്ദേഹത്തിന്റെ മാനസികമായി അയാളെ തകർത്ത് രോഗത്തിനടിമയായി അദ്ദേഹം മരിച്ചു. ആ ചെയ്തവന്മാർ തന്നെ ഇന്ന് ഇതും വീണ്ടും ഈ പണി തന്നെ അവര് തുടരുന്നു. എന്നിട്ടും ഈ കേരളത്തിലുള്ള ജനങ്ങൾ ഇത് വിശ്വസിക്കാനും നമ്മൾ ഏറ്റവും മനസ്സിലാക്കേണ്ടതെന്ന് പറഞ്ഞാൽ ഇതൊരു മാധ്യമ ഭീകരത. കേരളത്തിലെ ജനങ്ങളെ ജാഗ്രത പാലിക്കേണ്ടുന്നത് ഈ ഇന്ന് കണ്ടോ ഏത് ആഭാസനും മാധ്യമം തുടങ്ങാം. ഇവന്മാരുടെ കള്ളപ്പണം ഉപയോഗിച്ച് മാധ്യമം തുടങ്ങി മൊത്തവും ജനങ്ങളെ കബളിപ്പിക്കുക, ഇത്തരത്തിലുള്ള വ്യാജ വാർത്തകൾ പടച്ചുവിടുക. അങ്ങനെയല്ല സാർ, ഇത് കണ്ടുകൊണ്ടിരിക്കുന്ന സാധാരണ ജനങ്ങൾക്ക് ഇതിന്റെ സത്യം അറിയാം. പക്ഷെ ഞങ്ങളാരും പുറത്തേക്ക് വരികയോ ഞങ്ങൾക്കാർക്കും എന്തെങ്കിലും പറയാനുള്ള ഒരു വേദി ഒന്നുമില്ല. ഇതുപോലെ തന്നെ ഒരു സംഭവം ഈ കേരളത്തിൽ നടന്നിട്ടുണ്ട്. ഒരു വേടൻ എന്നും പറഞ്ഞൊരു ചെറുപ്പക്കാരനെ അയാൾ എന്തുമാത്രം അപമാനിച്ചു. ഏത് പെൺകുട്ടികളാണ് അതുപോലെ അവനും ആ വേടൻ എന്ന് പറയുന്നവൻ അത് ഒരു കൂട്ടർക്ക് സഹിക്കാൻ പറ്റുന്നില്ല. അവൻ കയറി വരുന്നട ഞങ്ങളൊക്കെ ഇവിടെ ഉള്ളപ്പം ഇവൻ ആര് എന്നൊരു ചിന്ത. അതുപോലെ കോൺഗ്രസിലും ഈ കേക്കച്ചനെ പോലെയുള്ളവൻ ഞാനൊക്കെ ഇവിടെ ഉള്ളപ്പോൾ ഇവൻ ആര്, ഇന്നലെ കയറി വന്ന ഇവനൊക്കെ ഞങ്ങൾക്കും മേളിൽ പറക്കുന്നോ എന്നുള്ളൊരു ഒരു ചിന്തയിൽ നിന്ന് ഉടലെടുത്ത ഞങ്ങളെ പോലെയുള്ള പാവം, അതായത് പൊതുസമൂഹത്തിൽ ഒന്നും ഇല്ലാത്ത ആളുകൾ, ഇങ്ങനെയുള്ള കുറെ ആളുകളുണ്ട്. ഞാൻ ചിലപ്പോൾ ഇവിടെ ഇരുന്ന് ഓർക്കും, ഈ രാഹുൽ മാങ്കൂട്ടത്തിനെ ആരെങ്കിലും അറസ്റ്റ് ചെയ്താൽ അതിന്റെ മുന്നിൽ കയറി നിൽക്കാനുള്ള ധൈര്യം എനിക്കുണ്ട്. കാരണം ആ കുട്ടീനെ എന്ത് കാര്യത്തിനാണ് അറസ്റ്റ് ചെയ്യുന്നത്? അതാണൊന്ന് പറയേണ്ടത്. ഏത് പെൺകുട്ടികൾ അങ്ങോട്ട് ചെന്ന് സെക്സിലേർപ്പെട്ട് അവസാനം കാര്യം കാണാൻ വേണ്ടി അവര് സോഷ്യൽ മീഡിയനെ കൂട്ടുപിടിച്ച് ഇവരെ കുറ്റക്കാരാക്കുന്നു. അത് ഏറ്റുപിടിക്കാൻ ഒരു സ്ത്രീയെ സംബന്ധിച്ചിടത്തോളം അവരുടെ ഓരോ സമയവും ഒരു റിസ്ക് ഉള്ള സമയം എന്താണെന്ന് ഓരോ പെൺകുട്ടിക്കും പ്രായപൂർത്തിയായ ഓരോ സ്ത്രീക്കും അറിയാം. അത്തരം സാഹചര്യങ്ങളിൽ പോയി ഒരു പുരുഷന്റെ അടുത്ത് പോവുകയും ഇപ്രകാരം ബന്ധത്തിൽ ഏർപ്പെടുത്തുകയും പിന്നെ അതുപോലെ തന്നെ ഇത് ഒരു ഭർത്താവ് ഉണ്ടെന്ന് ഓർക്കണം. ആ ഭർത്താവ് ഉണ്ടെന്നിരിക്കെ അയാളെ വഞ്ചിച്ച് ഇതെന്നിട്ട് ഇവന്റെ ഗർഭമാണെന്ന് ഇതൊക്കെ എന്ന് പറഞ്ഞാൽ ഇത് വെറും വ്യാജ പ്രചരണങ്ങളാണ്. കാരണം അവനൊരിക്കലും അതായത് ഇവനെ വ്യക്തിഹത്യ നശിപ്പിക്കുക എന്ന ലക്ഷ്യത്തോടെ ഉണ്ടാക്കി ഇതൊരു കൃത്രിമ ഗർഭമാണ്. അത് രാഷ്ട്രീയം മാത്രം. അതെ, ഇവര് ഗർഭിണിയായിരുന്നു എന്ന് ഇതെന്ന് പറഞ്ഞാൽ ഇതൊക്കെ വെറും വ്യാജ കഥ. ഒന്നെങ്കിൽ ഇവനെ ഗർഭിണിയാണ് എന്ന് പറഞ്ഞ് വിരട്ടി ഇവനെ കൊണ്ട് ഇവള് വിവാഹം കഴിപ്പിക്കാനുള്ള പരിപാടിയായിരുന്നായിരിക്കാം ശ്രമിച്ചത്. വിവാഹം കഴിക്കത്തില്ല എന്ന് വന്നപ്പോൾ അവന്റെ ജീവിതം തകർക്കാനുള്ള ഒരു ശ്രമങ്ങളിലേക്ക് വന്നു. ഇവരുടെ ഈ ഉപജാപക വൃന്ദത്തിന്റെ കയ്യിൽപ്പെട്ടു. അങ്ങനെ അവന്മാർ ശരിക്കും ഇവളെ ഉപയോഗിച്ചു. കോടികൾ ഇവനെതിരെ ഇത്തരത്തിൽ അവള് നേട്ടമുണ്ടാക്കി.
രാഷ്ട്രീയമായിട്ടുള്ള പകപോക്കലാണ്. ഈ കൊച്ചൻ ഉയർന്നു വന്നു കഴിഞ്ഞാല് കേരളത്തിന് നല്ല പ്രയോജനമുള്ള ഒരു പയ്യനായിരുന്നു. പക്ഷെ കൂമ്പിലേ നുള്ളിക്കളയാണ് എല്ലാവരും കൂടി ചെയ്യുന്നത്. പക്ഷേ ഇത് കോടതിയിൽ രാഹുലിന് നീതി ലഭിക്കും. കാരണം ഇവരിട്ടേക്കുന്ന അതിന്റെ മൊറാലിറ്റി സൈഡ് നമുക്ക് മാറ്റി നിർത്താം. ആ ആസ്പെക്ട് അല്ലാതെ ലീഗലി രാഹുൽ ഒരു ക്രൈം ചെയ്തിട്ടില്ല. ഈ ഒരു വിഷയവുമായി ബന്ധപ്പെട്ട് ഇതിനകത്ത് അവർ ഇട്ടേക്കുന്ന വകുപ്പുകൾ ബലാത്സംഗം ഒന്നും ഇതിനകത്ത് നിൽക്കത്തില്ല. അതുപോലെ തന്നെ ഇത് ഗർഭിണിയായിരുന്നു എന്ന് കോടതിയിൽ പോലും ഇവർക്ക് പ്രൂവ് ചെയ്യാതെ അതൊക്കെ വെറും വ്യാജ ആരോപണങ്ങളും ഇതെല്ലാം വ്യാജ തുടർച്ചയായ കഥകളുമൊക്കെയാണെന്ന് കൃത്യമായിട്ട് കോടതിയിൽ പൊളിയും. പക്ഷേ കോടതിയിൽ ഈ കീഴ്ക്കോടതിയിൽ ഇവന്മാർക്ക് എങ്ങനെങ്കിലും ചിലപ്പോൾ അട്ടിമറിക്കാൻ സാധിച്ചേക്കാം. പക്ഷേ ഹൈക്കോടതി തൊട്ട് മുകളിലേക്ക് പോയി കഴിഞ്ഞാൽ ഇത് ഒരു കാരണവശാലും നിൽക്കില്ല എന്ന കാര്യത്തിൽ ഉറപ്പാണ്. കാരണം നമുക്ക് പറയാൻ ഒരു തെറ്റവിടെ നമുക്ക് കേരളത്തിലെ ഓരോ ജനങ്ങളെയും തൊട്ടെണ്ണിക്കോ കൂടുതൽ ആളുകളും രാഹുൽ മാങ്കൂട്ടത്തിന്റെ പക്ഷത്തെ രാഷ്ട്രീയം ഇല്ലാത്തവർ നിൽക്കുള്ളൂ. കാരണം നമ്മൾ ആലോചിച്ച് അവിടെ ഒരു തെറ്റുമില്ല. ഈ പെൺകുട്ടികളെല്ലാം അങ്ങോട്ട് പോയി തെറ്റ് ചെയ്തിട്ട് അവരുടെ സാമ്പത്തിക ലാഭത്തിനോ അല്ലെങ്കിൽ കാര്യം കാണാനോ വേണ്ടിയിട്ട് ഈ രാഹുൽ മാങ്കൂട്ടത്തിലെ ഏത് പെണ്ണാ ആഗ്രഹിക്കാത്തത്? അവന്റെ സൗന്ദര്യം, അവന്റെ കഴിവ് എല്ലാത്തിനും എല്ലാ പെണ്ണുങ്ങളും ആഗ്രഹിക്കും. അതങ്ങനെ അങ്ങോട്ട് നേരിട്ട് ചെന്ന് അവനവന്റെ നില മറന്ന് ഓരോന്ന് ചെയ്തതിന് ശേഷം ഈ പയ്യന്മാരെ കൊടുക്കുന്നത് നമ്മുടെ സംസ്ഥാനത്തിന് യോജിച്ച ഒരു കാര്യമാണോ എന്നാ ഞാൻ ചോദിക്കുന്നത്. രാഹുലിനെതിരെ ഇത്തരത്തിൽ ആരോപണങ്ങൾ ഉന്നയിച്ചവർ, അതായത് ഒരു മനുഷ്യനാൽ പോലും ഒരു പട്ടി പോലും ശ്രദ്ധിക്കാതെ നടന്നുള്ളവർ പോലും രാഹുലിനെതിരെ ആരോപണം ഉന്നയിച്ചു എന്ന് പറഞ്ഞ് ഒറ്റ ദിവസം കൊണ്ട് സെലിബ്രിറ്റിയായി. അഡ്രസ് ഇല്ലാത്തവർക്ക് ഒരു ആരോപണം ഉന്നയിച്ചപ്പോൾ സെലിബ്രിറ്റിയായി. എന്ത് പറയാനാ? പേടിച്ചിട്ട് ഒരു ആൺകുട്ടികളെ നമ്മുടെ കേരളത്തിൽ നിർത്താൻ നിവൃത്തിയില്ല. വഴിയിൽ വെച്ചൊരു പെണ്ണ് അവന്റെ നേരെ ഒന്ന് നോക്കിക്കഴിഞ്ഞാൽ അപ്പൊ തന്നെ പീഡനത്തിന് കേസ് കൊടുക്കുമല്ലേ. എന്തായാലും ഇത് ജനങ്ങൾക്ക് സന്തോഷമുള്ള കാര്യം പറഞ്ഞാൽ തുടക്കം മുതൽ തന്നെ ഞങ്ങൾ ഈ വിഷയം ഇതിനകത്തെ ഈ ചതിയും കപടതയും മനസ്സിലാക്കി തന്നെയാണ് രാഹുലിനൊപ്പം നിന്നത്. നമ്മൾ അങ്ങനെ തന്നെ ശക്തമായി നമ്മുടെ ആ നിലപാടിൽ യാതൊരു മാറ്റവും ഇല്ലാതെ തുടരുന്നു. ഇതിന്റെ അവസാനം എന്ന് പറയുന്നത് അത് അന്തിമ വിജയം രാഹുലിന് തന്നെയായിരിക്കും. ഇത് വലിയൊരു ചരിത്രത്തിന് തുടക്കമായിരിക്കും. കാരണം ഈ പുരുഷന്മാർക്കും ഇതുപോലെ നീതി ആവശ്യമാണ്. ഇത്തരത്തിലുള്ള ഈ ചതികൾക്കെതിരെ അത് ജനങ്ങൾ കൂടുതൽ ജാഗരൂകരാകുകയും ചെയ്യും, അവബോധം വരികയും ചെയ്യും ഈ വിഷയത്തിലൂടെ. അത് മാത്രമല്ല, രാഹുൽ വർദ്ധിത വീര്യത്തോടെ പൊളിറ്റിക്കലി അവനെ ആർക്കും തകർക്കാൻ പറ്റാത്ത തരത്തിലേക്ക് അവൻ ഉയർന്നു വരികയും ചെയ്യും. വരണം. ശരിക്കും ഞങ്ങള് നിങ്ങളോടൊപ്പം അവസാനം വരെ കേരളത്തിലെ അമ്മമാരുണ്ടാകും. അതോർത്ത് നിങ്ങൾ ആരും വിഷമിക്കണ്ട. കാരണം 100% അമ്മമാരില് ഒരു 10% പോയാലും 90% രാഹുൽ, വേടൻ ഇവർക്കൊക്കെ ഒപ്പമായിരിക്കും. കാരണം ആ വേടൻ എന്ത് തെറ്റാ ചെയ്തത്? ഒരു തെറ്റും ചെയ്തിട്ടില്ല. പക്ഷേങ്കില് എന്തുമാത്രം കൊട്ടിഘോഷിച്ചു. അത് കഴിഞ്ഞിട്ട് ഇപ്പൊ രാഹുലായി. കാരണം നമുക്കറിയാലോ രാഹുലിന്റെ ഈ പ്രശ്നം എടുത്തിട്ടത് ഈ ശബരിമല കേസൊക്കെ തെന്തിയെ അല്ല. ഇത് വി ഡി സതീശൻ എന്ന് പറയുന്ന ഒരു കാപാലികൻ ആസൂത്രണം ചെയ്ത ഇവനാണ് ഇതിന്റെ ആസൂത്രകനും ഇതിന്റെ എല്ലാ സംവിധാനങ്ങളും ചെയ്തിട്ട് പമ്മി പുറകിലിരിക്കുന്നവൻ. യാതൊരു സംശയവും വേണ്ട. 2016 ഉമ്മൻചാണ്ടിയെ കുടുക്കി അവൻ തന്നെ 2026 പിണറായിക്ക് 3ാം തുടർഭരണം ഒരുക്കുവാൻ ഇവൻ ചെയ്ത പണിയാണ്. എന്നിട്ട് അവൻ പമ്മി മിണ്ടാതിരിക്കുന്നു. പൊതുജന വികാരം എതിരാകുന്ന കണ്ടപ്പോൾ അവൻ മിണ്ടാതിരുന്നിട്ട് കിങ്ങിണിക്കുട്ടനെയും മറ്റേ ഉണ്ണിത്താൻ എന്ന ആഭാസനെയും ഇറക്കി, ഇവന്റെ കുറെ സിൽബന്ധികളെയും ഇറക്കി രാഹുലിനെതിരെ സ്വന്തം പാർട്ടിയിലുള്ളവർ തന്നെ ഇവനെ തള്ളി പറയുന്നു. ഒന്നോർത്ത് നോക്കി. ഇവന്മാരെ ഒരു കൊടുക്കാവുന്ന ഏറ്റവും നല്ല കേരളത്തിലെ ജനങ്ങളുടെ ഏറ്റവും നല്ല മറുപടി എന്ന് പറയുന്നത് ആദ്യം തദ്ദേശ തെരഞ്ഞെടുപ്പില് ഇവന്മാരെ നാണം കെടുത്തി തോൽപ്പിക്കുക. പ്രത്യേകിച്ച് തിരുവനന്തപുരം, എറണാകുളം, പിന്നെ സകല സ്ഥാനാർത്ഥികളെയും ഇവന്മാരുടെ തോൽപ്പിക്കുക. സത്യം. എന്താ നമ്മുടെ കേരളത്തിൽ നടക്കുന്നത്? ഏതോ നല്ലൊരു പയ്യൻ രംഗത്ത് വന്നല്ലോ എന്ന് വിചാരിച്ച് ഞങ്ങളൊക്കെ സാധാരണക്കാർ സമാധാനിച്ചിരിക്കുക. അപ്പൊ അതിനെ കൂമ്പിലേ തന്നെ നുള്ളിക്കളയുക. എന്താ ചെയ്യണത്? ഇങ്ങനെ രാഹുലിന്റെ പക്ഷത്ത് നിങ്ങൾ നിൽക്കുന്നത് കൊണ്ടാണ് ഞാൻ വിളിച്ചത്. അല്ലാതെ എനിക്കിങ്ങനെ രാഷ്ട്രീയം ഇതൊന്നുമായിട്ട് ഒരു കാര്യമുള്ള ആളല്ല. പക്ഷെ ഞാൻ എല്ലാ മീഡിയാസും നോക്കിക്കൊണ്ടിരുന്നു. പക്ഷെ നിങ്ങളാണ് ഫുൾ സപ്പോർട്ട് രാഹുലിന് കൊടുക്കണം. ആ സപ്പോർട്ട് എന്നും ഉണ്ടാവണം കേട്ടോ. തീർച്ചയായിട്ടും വളരെ സന്തോഷം വിളിച്ചേനെ. ഹലോ സാറേ, ഞാനൊരു വീട്ടമ്മയാണ്. 65 വയസ്സുള്ള ഒരു അമ്മയാണ്. പേര്? ഞാൻ കോട്ടയം ജില്ലയിൽ നിന്നാണ്. മേരി എന്നാണ് എന്റെ പേര്.
ആ ഞാൻ ഈ പൊളിറ്റിക്സ് ഒക്കെ കാണുന്ന ഒരു വ്യക്തി, എന്നോടൊരാഗ്രഹമുള്ള ഒരു കോൺഗ്രസ് വ്യക്തിയായിരുന്നു ജനിച്ചപ്പം തൊട്ട്. ആ അങ്ങനെയുള്ള ഞാൻ ഈ രാഹുലിനെ ഇങ്ങനെ ഇട്ട് ഇവർ വേട്ടയാടുന്ന കാണുമ്പോൾ നമ്മുടെ വീട്ടിലെ കുഞ്ഞിനെ പോലെയാ. ഇഷ്ടംപോലെ അമ്മമാർ ആരാധിക്കുന്നുണ്ട്, പെണ്ണുങ്ങളും അമ്മമാരും ഒക്കെ. അവരെല്ലാം വിളിച്ച് സംസാരിക്കുന്നുണ്ട്. ഈ ലോകത്തിൽ ആർക്കും സ്നേഹിക്കാൻ മേലെന്നൊരു ഇതുണ്ടോ? ലോകത്തിൽ ഏത് ആണുങ്ങൾക്ക് വേണ്ടിയും ആരെയും സ്നേഹിക്കാം. അതിന് ഇത്രയും വലിയ ഭൂലോക ഒരു ഫ്രോഡായിട്ട് ആ കൊച്ചിനെ ഇങ്ങനെ വേട്ടയാടുന്ന ഭയങ്കര കഷ്ടമല്ലേ സാറേ? ഈ ഇതിനകത്തിരിക്കുന്ന ഈ കോൺഗ്രസ് അപ്പൂപ്പന്മാരെയൊക്കെ എന്നാത്തിന് ഇതിനൊക്കെ പണ്ട് തട്ടിക്കളയേണ്ട സമയം കഴിഞ്ഞതല്ലേ ഈ രാഷ്ട്രീയത്തിൽ നിന്ന്? അതെ, അവനൊന്നും അറിഞ്ഞില്ലെന്നും പറഞ്ഞാണ് നടക്കുന്നത്. അവനല്ലേ ഇതെല്ലാം ഒപ്പിച്ച് വെച്ച് ആ പെണ്ണിനെയും കൊണ്ട് വന്ന നടിയും കൊണ്ട് വന്നത്. എവിടുത്തെ നടിയാ? സാറേ, ഇവരെല്ലാം കൂടെ പിന്നെ മാർക്സിസ്റ്റുകാർക്ക് ഇത് കൊടുക്കാനുള്ള അടവാണ് BJPക്കും മാർക്സിസ്റ്റുകാരനും. ഇവന്മാർ ചുമ്മാ ഇരുന്ന് ഈ പിള്ളേര് സെറ്റ് അടിയും മേടിച്ചു ഇതുങ്ങൾ വളർന്നു വരുമ്പോഴത്തേക്ക് അതുങ്ങളെ എങ്ങനെയെങ്കിലും തല്ലി ചതച്ച് ഒരു കോണിൽ ഇരുത്താൻ വേണ്ടി ഇവന്മാർക്ക് രാജാവായിട്ടിരിക്കണം. അതിനുവേണ്ടിയുള്ള ഒരു ഇതല്ലേ ആ കൊച്ചിനെ ഇട്ട് ഈ ലോകം മുഴുവൻ ഓടിപ്പിക്കുന്നത്. ഇത് ലോകത്തിൽ നടക്കുന്ന സംഭവമല്ലേ? ആ പെങ്കൊച്ചിൻ്റെ കയ്യിലല്ലേ കുഴപ്പം? ഒരു ഭർത്താവുള്ള പെങ്കൊച്ച് ഒരു ചെറുക്കനെ ഇങ്ങനെ ഇത്രയും മിടുക്കനായ ഒരു ചെറുക്കനെ എവിടെ ചെന്ന് എത്തേണ്ട കൊച്ച ആ ചെറുക്കനെ ഇട്ട് ഇവരെല്ലാം കൂടി ഒപ്പിച്ച പണിയല്ലേ? ഈ പെണ്ണുണ്ട് ഇതിനകത്ത്, എല്ലാവരും ഉണ്ട്. എൻ്റെ സാറേ, എങ്ങനെയെങ്കിലും ഇതിനെ നമുക്ക് രക്ഷപ്പെടുത്തണം. എൻ്റെ പേര് നടരാജൻ എന്നാണ്. ഏതാണെങ്കിലും രാഹുല് തെളിവുകൾ സഹിതം കോടതിയെ സമീപിച്ചിട്ടുണ്ട് എന്ന് അറിയുന്നു. അതിലൊരു സമാധാനം നമ്മൾക്കുണ്ട്. അപ്പോൾ ഇനിയിപ്പോ മജിസ്ട്രേറ്റ് അദ്ദേഹത്തിന്റെ ആ ഇതില് ജാമ്യം കൊടുക്കുമെന്നുണ്ടെങ്കിൽ, ആ തെളിവുകളുടെ അടിസ്ഥാനത്തിൽ ജാമ്യം കൊടുക്കുമെന്നുണ്ടെങ്കിൽ രാഹുൽ ഇതിൽ നിന്ന് രക്ഷപ്പെട്ടു എന്ന് നമുക്ക് വിചാരിക്കാം. ഇല്ലെങ്കിൽ പിന്നെ ഹൈക്കോടതിയെ പോകണം, പിന്നെ അവിടെ നിന്ന് അത് കിട്ടിയില്ല സുപ്രീം കോടതിയിൽ പോകണം. അതെ, ഇത് കോടതിയിൽ നിന്നും 100%. അതായത് ഇവിടെ എന്തെങ്കിലും അട്ടിമറി നാളെ നടത്തിയാലും അത് ഹൈക്കോടതിയിൽ നിന്നും, അതല്ലെങ്കിൽ അതിന്റെ അപ്പെക്സ് കോടതിയിൽ നിന്ന് യാതൊരു സംശയവും വേണ്ട, രാഹുലിന് നീതി കിട്ടും, ഇത് പൊളിയും എന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയവുമില്ല. പക്ഷെ അതിനു മുമ്പ് ഇതിനുള്ളിൽ എന്തൊക്കെ നീട്ടിക്കൊണ്ടുപോയി തെരഞ്ഞെടുപ്പ് വരെ, ഇതിനെ തദ്ദേശ തെരഞ്ഞെടുപ്പിന്റെ തലേ ദിവസം വരെ ഇതിനെ വലിച്ചു നീട്ടിക്കൊണ്ടുപോകാൻ പറ്റാവുന്ന എന്തെങ്കിലും സംവിധാനം ഉണ്ടെങ്കിൽ അവർ അതെല്ലാം നോക്കും. അല്ല, അത് അവരുടെ റോളാണ്. അവരുടെ നിലനിൽപ്പും അവരുടെ പാർട്ടിയുടെ വിജയത്തിനു വേണ്ടിയും നേതാക്കന്മാരുടെ വിജയത്തിനു വേണ്ടിയും അവർ കളിക്കാവുന്ന സകല കളിയും അവർ കളിക്കും. അത് ഉറപ്പാണല്ലോ. പക്ഷെ രാഹുലിന് ജാമ്യം കിട്ടുമെന്നുള്ള കാര്യം ഉറപ്പാണ്. പക്ഷെ അത് ചിലപ്പോൾ മജിസ്ട്രേറ്റ് കോടതിയിൽ നിന്ന് കിട്ടുവാണെങ്കിൽ കുറേയും കൂടി നന്നായിരിക്കും. ഇല്ലെങ്കിൽ പിന്നെ ഇത് ഇപ്പൊ സുനിൽ പറഞ്ഞ പോലെ ഇലക്ഷൻ പ്രചരണത്തിന് വേണ്ടി എന്ത് വില കൊടുത്തും നാളെ അട്ടിമറിക്കാനുള്ള സാധ്യത കാണുന്നുണ്ട്. 100% നമുക്കത് നമ്മളത് പ്രതീക്ഷയോടുകൂടി തന്നെയാണ് ഇരിക്കുന്നത്. പിന്നെ കേരളത്തിലെ നല്ലവരായ ജനങ്ങളുടെ പ്രാർത്ഥനയുണ്ട്. പിന്നെ നീതിബോധമുള്ള നല്ലൊരു ന്യായാധിപൻ ആണെങ്കിൽ തീർച്ചയായിട്ടും ജാമ്യം കൊടുത്തിരിക്കും. പിന്നെ നമ്മളിപ്പോ ഈ ചില ജഡ്ജിമാരുടെയൊക്കെ പേരിൽ വരുന്ന 15 കോടി 18 കോടി 18 ലക്ഷത്തിന്റെയൊക്കെ ഈ ഇതൊക്കെ വരുന്നത് പോലെയൊക്കെ എന്തെങ്കിലും ആണെങ്കിൽ, അട്ടിമറി, നേരത്തെ നമ്മൾ പറഞ്ഞ പോലെ അട്ടിമറി എന്തെങ്കിലും നടന്നാൽ മാത്രമേ എന്തെങ്കിലും മറിച്ച് സംഭവിക്കുകയുള്ളൂ. അതെ. അപ്പൊ എനിക്കിപ്പോ ഈ സമയത്ത് നമ്മളുടെ പിന്നെ സുനിലിന്റെ ഈ ചാനലിലൂടെ നമ്മുടെ ബഹുമാന്യരായ വോട്ടർമാരോട് പറയാനുള്ളത്, ഈ രാഷ്ട്രീയം ജാതി മതവും ഒക്കെ നമ്മൾ അങ്ങോട്ട് മാറ്റി വെച്ചിട്ട് നമ്മുടെ കേരളത്തിന്റെ വികസനത്തിന് നമുക്ക് ഒരുപാട് ഒരുപാട് പല പല ആവശ്യങ്ങൾ ഇവിടെ ഉണ്ട്. കേരളത്തിന്റെ നല്ല നല്ല ആവശ്യങ്ങൾക്ക് വേണ്ടി, ജനങ്ങളുടെ ആവശ്യങ്ങൾക്ക് വേണ്ടി, ശാന്തി സമാധാനം സ്നേഹവും ഒക്കെ നിലനിൽക്കുന്നതിന് വേണ്ടി സ്ഥാനാർത്ഥികൾ നിരവധി പേര് നിൽക്കുന്നുണ്ട്. അപ്പോ ഇന്നിപ്പോ ഈ രാഷ്ട്രീയ പാർട്ടികളിലെ സ്ഥാനാർത്ഥിമാരുകളൊക്കെ ഇന്ന് വീടുകളിൽ വോട്ട് ചോദിച്ച് ചെല്ലാൻ ഭയപ്പെടുന്നുണ്ട്. കാരണം എന്താണെന്ന് വെച്ചാൽ ചെയ്യേണ്ടത് ഒറ്റവരേ ഉള്ളൂ. ഈ പറയുന്ന ജനങ്ങൾ അവരുടെ ചൂലല്ല ചൂണ്ടുവിരൽ ഉപയോഗിക്കണം. നമ്മുടെ ഇത്തവണത്തെ മുദ്രാവാക്യം അതാണ്, ചൂലല്ല ചൂണ്ടുവിരൽ ഉപയോഗിക്കണം. എന്തിന്? ഈ പ്രസ്ഥാനത്തെ, അതായത് ഈ രാഹുലിനെ ഇതുപോലെ ശോഭകേട് ചെയ്ത് ഇവന്മാരെ അടപടലം തോപ്പിക്കാൻ വേണ്ടുന്ന ക്രമീകരണം വോട്ടർമാർ ചെയ്യണം. പ്രത്യേകിച്ച് എറണാകുളം, തിരുവനന്തപുരം മേഖലകളിൽ ഈ രാഹുലിനെ നശിപ്പിക്കാൻ ശ്രമിച്ച ഈ കെ മുരളീധരൻ നേതൃത്വം കൊടുക്കുന്ന സ്ഥലത്തും അതുപോലെ തന്നെ എറണാകുളത്തും ഇവന്മാരുടെ സ്ഥാനാർത്ഥികൾക്ക് കെട്ടിവെച്ച കാശ് പോലും കിട്ടാൻ പാടില്ല. കാരണം അങ്ങനെ അതിന് ജനങ്ങളുടെ ഒരു പ്രതിഷേധം അറിയിക്കാനുള്ള ഏക ഒരു മാർഗം എന്ന് പറയുന്നത് ആ ചൂണ്ടുവിരൽ ഈ അടുത്ത ആഴ്ച ഉപയോഗിക്കുക. നമ്മൾ ഇലക്ഷനാണ്, ജനങ്ങൾക്ക് പ്രതികരണം അറിയിക്കുവാനുള്ള ഒരു ചൂണ്ടുവലക എന്ന് പറയുന്നത് ഇലക്ഷൻ തന്നെയാണ്. അപ്പോൾ ഞാനതിനോട് സുനിൽ പറയുന്നതിനോട് ചേർത്തുകൊണ്ട് തന്നെ പറയുന്നത്,
ഈ 2-3 ജില്ലയിൽ മാത്രമല്ല, പാലക്കാട്ട് ജില്ലയിൽ രാഹുൽ മാങ്കൂട്ടം നേതൃത്വം കൊടുത്ത മുഴുവൻ കോൺഗ്രസ്സുകാരെയും ജയിപ്പിക്കുക എന്നുള്ളത് ഒരു നല്ല ആവശ്യമാണ്. അതെ, രാഹുലിനുള്ള സപ്പോർട്ട് അങ്ങനെ പാലക്കാടുള്ള ആ കോൺഗ്രസ് പ്രവർത്തകരെ വിജയിപ്പിക്കുക. ബാക്കി എല്ലാ സ്ഥലങ്ങളിലും ആളും തരമൊക്കെ നോക്കിയും കണ്ടുമൊക്കെ വോട്ട് ചെയ്യുക. വേണ്ട, സ്വതന്ത്രന്മാർക്ക് വോട്ട് ചെയ്തോളൂ. സ്വതന്ത്രന്മാർ ജയിക്കട്ടെ. ഈ മറ്റുള്ള രാഷ്ട്രീയ നേതാക്കന്മാരെ നമ്മൾ ഇനിയിപ്പോ ജനങ്ങളുടെ കയ്യിലാണ് കാര്യങ്ങൾ ഇരിക്കുന്നത്. ജനങ്ങള് ഇതെല്ലാം മനസ്സിലാക്കിക്കൊണ്ട് ജനങ്ങൾ ബുദ്ധിപൂർവ്വം പ്രവർത്തിക്കേണ്ട ഒരു സമയമാണ് ഈ വന്നിരിക്കുന്നത്. അപ്പോ എനിക്ക് മനസ്സിലായി, ഞാൻ നിർത്താൻ പോവുകയാണ്. ഇനി എല്ലാ ജനങ്ങൾക്ക് വിട്ടുകൊണ്ട് ജനങ്ങൾ ബുദ്ധിപൂർവ്വം പ്രവർത്തിക്കട്ടെ. നല്ലൊരു ഭാവി ഇനിയും നമ്മുടെ കേരളത്തിനുണ്ടാവട്ടെ. രാഹുൽ മാങ്കൂട്ടം എത്രയും വേഗം ജാമ്യം കിട്ടി പുറത്തു വരട്ടെ എന്ന് ആശംസിക്കുന്നു. ഓക്കെ, താങ്ക് യു. i2i News, an eye for truth. i2i News സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലാത്തവർ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക. നോട്ടിഫിക്കേഷൻ ലഭിക്കുവാൻ ബെൽ ബട്ടണും അമർത്തുക.